ഗായ്സ് ഇങ്ങനെ നടന്നു വരേണ്ടി വന്നു. വേറെ ഒന്നുമല്ല, ഭയങ്കര മഴയാണ് ഇവിടെ. പിന്നെ അവിടെ പോയി ഒരു 100 രൂപയുടെ റെയിൻകോട്ടും മേടിച്ച് നേരെ അകത്തേക്ക്. എന്തായാലും ഇവിടം വരെ വന്നില്ലേ, കയറി തൊഴാതെ പോകാൻ പറ്റത്തില്ലല്ലോ. ചെറുപ്പം മുതലുള്ള ആഗ്രഹമാണ് ഇവിടെ നിന്ന് വരണം എന്നുള്ളത്. എന്തായാലും ഇന്ന് സാധിക്കുക. അപ്പം നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. ഇവിടെ വരാനുള്ള ആഗ്രഹം തോന്നിച്ചത് രസികൻ സിനിമയാണ്. നമ്മുടെ ദിലീപേട്ടൻ്റെ രസികൻ സിനിമയില്ല, ആ ഒരു സിനിമയ്ക്കകത്തൊരു പാർട്ട് സൈനിൽ ഈ ഒരു അമ്പലം കാണിക്കുന്നുണ്ട്. അങ്ങനെയാണ് ആദ്യമായിട്ടുള്ള വർണ്ണം ചെറുപ്പത്തിൽ ആഗ്രഹിക്കുന്നത്. വന്നിറങ്ങിയപ്പോൾ തന്നെ നമ്മളെ വണ്ടി ഓടിച്ച ആ ഒരു സ്ട്രെസ്സും എല്ലാം ഒന്ന് റിലീഫായി. നമ്മൾ ഈ ആഗ്രഹിച്ചിരുന്നത് കാണാൻ പോകുന്നതുകൊണ്ടുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റോണ്ടായിരിക്കാം. ഇതുപോലെ ഒരുപാട് കെട്ടിട ക്ഷേത്രങ്ങളുണ്ട്. ഇതെല്ലാം പോയി കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പോയി കാണണമെന്ന് ഏറ്റവും ആഗ്രഹമുള്ള സ്ഥലം ഒന്ന് ബദ്രിനാഥ്, ഒന്ന് കേദാർനാഥ്. ഈ 2 സ്പോട്ടിലൂടെ പോകണം. ഗൈസ്, നമുക്ക് ഇവിടെ എത്തിയവൻ ചെറിയൊരു പണി ഇരിക്കുന്നുണ്ട്. അമ്പലം ക്ലോസ് ആയി. 1 മണി വരെ ഉള്ളായിരുന്നു ദർശനം ടൈം. ഇനി 3 മണിക്കേ ഉള്ളൂ. നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ കാണാൻ പറ്റാത്ത ഏക വിഷമത്തിൽ നേരെ മുന്നോട്ട് ഇടണം. അപ്പോൾ ഇവിടെ അന്നദാനം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ ഇപ്പോൾ അന്നദാനം കഴിക്കാൻ വേണ്ടി പോവാണ്. സത്യം പറഞ്ഞാൽ കയറി കാണാൻ പറ്റാത്തതിൽ അതീവമായ സങ്കടമുണ്ട്, നല്ല വിഷമമുണ്ട്. കാരണം ഇത്രയും ആഗ്രഹിച്ച് വന്നിട്ട് കയറി കാണാൻ പറ്റിയില്ലല്ലോ അടുത്ത് നിന്ന്. അങ്ങനെ ഞങ്ങൾ നേരെ അന്നദാന മണ്ഡപത്തിലേക്ക് കയറി. നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അങ്ങനെ താണ്ടെ നേരെ അന്നദാനത്തിലേക്ക് ഞങ്ങൾ കയറി ചെന്നപ്പോഴത്തേക്ക് അവിടെ ആൾക്കാരൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പം സൗകര്യങ്ങൾ ഒരുപാടാണ് ഇവിടെ. എന്നുവെച്ചാൽ കഴിച്ച ഒരു നേരം ഏതാണ്ട് 10,000 പേർക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള, 1000 അല്ല 1000 പുറത്ത് ആൾക്കാർക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയേക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് നല്ല ആദ്യം ഓരോരോ കാര്യങ്ങളായിട്ട് മുന്നോട്ട്. ഇതാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന വ്യക്തി, ഭക്ഷണത്തിൻ്റെ. അങ്ങനെ ഫസ്റ്റ് നമ്മൾ ഇരുന്നപ്പോൾ തന്നെ നമുക്ക് പ്ലേറ്റും കാര്യങ്ങളും എല്ലാം വന്നു. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി അതിൻ്റെ ആൾക്കാരെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. നല്ലൊരു എന്താ പറയുന്നത്, ഇവിടെ വന്നിരിക്കുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് കേരളത്തിന് പുറത്തു പോയി ഒരു ക്ഷേത്രത്തിൽ നിന്ന് അന്നദാനം കഴിക്കുന്നത്. അങ്ങനെയാണ്ട് ഇവിടെ ആദ്യം വെള്ളം വന്നു നമ്മുടെ പാത്രം കഴുകാനുള്ളത്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ഇതൊന്നും ഇല്ലല്ലോ, കഴുകി ക്ലീനാക്കില്ലല്ലോ. ഇവിടെ ഓൾറെഡി കഴുകും, അതിന് പുറമെ നമ്മൾ വീണ്ടും ചൂടുവെള്ളം തരും. അതിൽ കഴുകി നമ്മളത് ആ ഒരു ബേസിനകത്തോട്ട് നമ്മൾ അത് ഒഴിക്കണം. അത് കഴിഞ്ഞ് അവിടെ വെള്ളം വന്നു. വെള്ളം നമ്മൾ തന്നെ എടുത്ത് കളക്ട് ചെയ്ത് വെക്കണം. നമ്മുടെ നാട്ടിനേക്കാളും വ്യത്യാസമാണ് കേട്ടോ. ഇച്ചിരി ഹൈടെക് ആയിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പം തിരക്കുള്ള അമ്പലമല്ല. ഞാനുണ്ട് ആദ്യം പായസം വന്നു. പിന്നെ പായസത്തിൻ്റെ കൂടെ കഴിക്കാനൊരു പയറ് പോലുള്ള എന്തോ ഒരു ഐറ്റമാണെന്ന് തോന്നുന്നു. എന്തായാലും സംഭവം കൊള്ളാം. കഴിച്ചു നോക്കിയപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ അതും കഴിച്ചു. ചോറിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. നാട്ടിലൊക്കെ പായസം ലാസ്റ്റ് അല്ലേ കൊടുക്കുന്നത്, പക്ഷേ ഇവിടെ പായസം ആദ്യമാണ് കൊടുക്കുന്നത്. വ്യത്യാസമാണ് അല്ലേ. നമ്മുടെ തൊട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു പയ്യൻ കുറച്ച് നേരം കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. വീഡിയോ എടുക്കുന്ന കണ്ടിട്ടാന്ന് തോന്നുന്നു. ഇവനെ അങ്ങനെ വേണ്ട ചോറെത്തി. അതുകൊണ്ട് ഈ പുള്ളിയാണ്, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മുന്നേ, കാര്യങ്ങളെല്ലാം ഇവിടുത്തെ ആഹാരത്തിൻ്റെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന ആളാണ്. പുള്ളി തന്നെയാണ് എല്ലാവർക്കും ചോറ് വിളമ്പുന്നത് ആദ്യം. അങ്ങനെ അതിൻ്റെ രസം വന്നു. ചോറും രസവും. ആദ്യം ഞാൻ വിചാരിച്ച് സാമ്പാറായിരിക്കുന്നു. സാമ്പാറിലെ രസം നല്ല രുചിയുണ്ട്. നല്ല എന്താ പറയുന്നത്, കഴിച്ചപ്പോൾ മനസ്സും നിറഞ്ഞു വയറും നിറഞ്ഞു. അങ്ങനെ അതിൻ്റെ 2ാമത്തെ സെറ്റ് ചോറ് വന്നു. അടുത്ത കാര്യങ്ങൾ പുറകിന് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആഹാരമൊക്കെ കഴിച്ച് വയറും മനസ്സും എല്ലാം നിറച്ച് ഞങ്ങൾ നേരെ പുറത്തേക്ക്. അങ്ങനെ പുറത്തേക്ക് വന്ന് കൈയൊക്കെ കഴുകി നേരെ ഇനിയും എക്സിറ്റിലേക്ക്. അങ്ങനെ എക്സിറ്റിലേക്ക് തിരിച്ചിറങ്ങിയപ്പോഴാണ് ഈ കടലിൻ്റെ ഒരു ഭംഗി കണ്ടില്ലേ. വിഗ്രഹങ്ങൾ ഒന്നുകൂടെ നീട്ടി വെച്ച് വീണ്ടും മടങ്ങി വണ്ടിയിലേക്ക്. ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് വന്നതാണ് കാണാൻ വേണ്ടി. പക്ഷേ ദൂരെ നിന്ന് കാണാൻ പറ്റി, അടുത്ത് നിന്ന് കാണാൻ പറ്റിയില്ല. ഇപ്പം ക്ലോസ് ആയി. 1 മണി വരെ ഉള്ളൂ രാവിലെ ടൈം. അപ്പോൾ നമുക്കിനി അടുത്തോട്ട് ആവട്ടെ. ഇനി നമുക്ക് വിട്ടേക്കാം. കാരണം ലോഡ് നമുക്ക് നാളെ രാവിലത്തിനുള്ളിൽ അവിടെ എത്തിക്കണം. നമുക്ക് ഹോൾട്ടായി കിടക്കാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ 3 മണിയാകുമ്പോഴേ ഓപ്പൺ ആവത്തുള്ളൂ. ഓക്കെ, എന്നാൽ വിട്ടേക്കാം. കാണാൻ പറ്റാത്ത വിഷമം ഉണ്ടെങ്കിൽ ഇവിടം വരെ എത്താൻ കഴിഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത വട്ടം എന്തായാലും തീർച്ചയായിട്ടും വന്ന് കണ്ട് സമയവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് വന്ന് കണ്ടിട്ടേ നമ്മൾ പോകും. അപ്പം ഗൈസ്, നമ്മുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. നമ്മുടെ വീഡിയോസ് എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എല്ലാവരും സപ്പോർട്ട് വേണം. ഓക്കെ, അപ്പം ബൈ.